ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗം പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ചെയർമാൻ പിരിച്ചുവിട്ടു. പെൻഷൻ മുടങ്ങിയതും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തികൾ കൃത്യസമയത്ത് നടത്താതിരിക്കുകയും ചെയ്തതാണ് പ്രതിപക്ഷ ആരോപണം. സർക്കാരിനെ പഴിചാരി ഭരണപക്ഷവും സംസാരിച്ചതോടെ യോഗം ബഹളമയമായി. ഭരണപക്ഷത്തിന്റെ കഴിവുകേട് മൂലം അവിവാഹിത വിധവാ പെൻഷൻ മുടങ്ങിയത് സംബന്ധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ചോദ്യത്തോടെയാണ് യോഗം ബഹളമയമായത്. തുടർന്നാണ് ചെയർമാൻ യോഗം പിരിച്ചുവിട്ടത്. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകാൻ കഴിയാതിരുന്നത് സർക്കാർ അനുമതി നൽകാത്തതാണെന്ന ഭരണപക്ഷാംഗത്തിന്റെ ആരോപണമാണ് ബഹളത്തിന് കാരണമായത്. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകാൻ അനുമതി ലഭിക്കില്ലെന്ന വിവരം ചെയർമാന് അറിയാമായിരുന്നിട്ടും കൗൺസിലർമാരെയും ജനങ്ങളെയും ഒരുപോലെ ചെയർമാൻ പറ്റിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചെയർമാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആശാവർക്കർമാരെയും ഇതുപോലെ കബളിപ്പിക്കുകയാണ്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് 400-ലധികം പേർക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണം. ഈ മാസവും പലരുടെയും പെൻഷൻ മുടങ്ങിയതായും പ്രതിപക്ഷം പറഞ്ഞു. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ചെയർമാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തികൾ കൃത്യസമയത്ത് നടത്താതിരിക്കുകയും കാലവർഷം ശക്തിയായതിനു ശേഷം മാത്രം ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തീർക്കേണ്ടതിന് പകരം വലിയ അലംഭാവമാണ് ചെയർമാൻ കാണിക്കുന്നത്. 5-ാം വാർഡിൽ 25 കുടുംബങ്ങളുടെ വീടിനും ജീവനും ഭീഷണി ഉയർത്തുന്ന ഐനിക്കുന്ന് വിഷയത്തിൽ ചെയർമാൻ മൗനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇതോടെ യോഗം ബഹളമയമായി. തുടർന്നാണ് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്. ചെയർമാൻ ഷിബു വാലപ്പൻ യോഗത്തിൽ അധ്യക്ഷനായി. CS സുരേഷ്, VJ ജോജി, KS സുനോജ്, ബിജു എസ് ചിറേത്ത്, VO പൈലപ്പൻ, എബി ജോർജ്, ബിജി സദാനന്ദൻ, ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, ലില്ലി ജോസ്, TD എലിസബത്ത് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.